PC LDC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിന്റെ എല്ലാ സ്ഥിരം വ്യൂവേഴ്സിനും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. ഇത് ആക്ച്വലി LDC മെയിൻസ് എക്സാമിനേഷന് മാത്രമല്ല PSC നടത്താൻ പോകുന്ന LGS മെയിൻസ് എക്സാമിനേഷനും ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ന്യൂ പാറ്റേൺ. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി വന്ന എക്സാമിനേഷനെല്ലാം ക്വസ്റ്റ്യൻസ് ചിലതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ചെറിയൊരു പാറ്റേൺ ചേഞ്ച് കാണാനായിട്ട് സാധിച്ചു. വലിയ കാര്യമൊന്നുമല്ല, നമ്മുടെ ക്ലാസ് സ്ഥിരം കാണുന്ന ഏതൊരാൾക്കും നല്ല രീതിയിൽ ഭംഗിയായിട്ട് ഈ ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഡിസ്ക്രിപ്റ്റീവായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ എഴുതാൻ പാകത്തിനുള്ള ക്ലാസ്സുകളായിരുന്നു നമ്മൾ ചെയ്തിട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവായിട്ട് ചോദിച്ചാലും എഴുതാം, ഡിസ്ക്രിപ്റ്റീവായിട്ട് ചോദിച്ചാലും എഴുതാം. അതേ രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഞാൻ ചെയ്തിട്ടിരുന്നത്. സോ അത് സ്ഥിരം കാണുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ഒരാഴ്ച, അതായത് 4-5 ദിവസത്തെ ടൈം ടേബിളാണ് തന്നിരിക്കുന്നത്. 5 തോന്നുന്നു. അപ്പോൾ അതോടുകൂടി ഇന്ത്യൻ ഹിസ്റ്ററി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? പഠിച്ചിട്ടുള്ളവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടുള്ള 10 ക്വസ്റ്റ്യനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററിയുടെ 10 ക്വസ്റ്റ്യനാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു പോകുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള 10 ക്വസ്റ്റ്യനായിരിക്കും ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇതെന്തായിരിക്കും, ഒരു റിവിഷനും കൂടി ആയിരിക്കും. പഠിച്ചിട്ട് റിവിഷൻ ചെയ്യുവാണ് എപ്പോഴും നല്ലത്. അല്ലാതെ ചുമ്മാ കയറി ആദ്യമേ റിവിഷൻ ചെയ്യാൻ പോകരുത്. ഫസ്റ്റ് യു സ്റ്റഡി വെൽ, ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഡു ദ റിവിഷൻ. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതർവൈസ് നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടും, ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ ഈ 5 ദിവസം കൊണ്ട് തന്നതിനകത്ത് നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ആദ്യത്തെ ഞാനൊരു ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇട്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ തന്നിരിക്കുന്നവയിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗറുമായി ബന്ധമില്ലാത്ത വസ്തുത ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗറുമായി ബന്ധമില്ലാത്ത വസ്തുത ഏത്? ഓപ്ഷൻ എ, ആധുനിക ബംഗാളി ഗദ്യത്തിന്റെ പിതാവ്. ഓപ്ഷൻ ബി, വിദ്യാസാഗറിന്റെ കാർമ്മികത്വത്തിൽ കൊൽക്കത്തയിലെ ആദ്യ വിധവാ വിവാഹം നടന്നു. ഓപ്ഷൻ സി, ബ്രഹ്മസഭ തത്വബോധിനി സഭയുമായി സംയോജിപ്പിച്ച കൽക്കട്ട ബ്രഹ്മസമാജം സ്ഥാപിച്ചു. ഓപ്ഷൻ ഡി, നിരവധി പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. ഇതിൻ്റെ ആൻസറിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചോ? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇത് ആക്ച്വലി ഞാൻ എടുത്തിരിക്കുന്നത് PSC ബുള്ളറ്റിനിൽ നിന്നാണ്. PSC ബുള്ളറ്റിനിൽ നിന്ന് എടുക്കാൻ കാര്യം മറ്റൊന്നുമല്ല, ക്വസ്റ്റ്യൻസ് നമുക്കൊരു പ്രതീക്ഷയുണ്ടല്ലേ PSC ബുള്ളറ്റിനെ ബേസ് ചെയ്ത് ചോദിക്കും എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് PSC ബുള്ളറ്റിനെ ബേസ് ചെയ്ത് അതിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഈശ്വരചന്ദ്ര വിദ്യാസാഗറുമായി ബന്ധമില്ലാത്ത വസ്തുതയാണ് ചോദിച്ചത്. ആധുനിക ബംഗാളി ഗദ്യത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അതാരാണ്. അത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ഇപ്പോൾ ഒരു പോയിന്റ് നിങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചു. എന്താണ്? ആധുനിക ബംഗാളി ഗദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. നെക്സ്റ്റ്, വിദ്യാസാഗറിന്റെ കാർമ്മികത്വത്തിൽ കൊൽക്കത്തയിലെ ആദ്യ വിധവാ വിവാഹം നടന്നു. ആ പോയിന്റും കറക്റ്റ് ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിൽ വരുന്ന പ്രദേശങ്ങളിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ കാർമ്മികത്വത്തിലാണ് ആദ്യത്തെ വിധവാ വിവാഹങ്ങൾ നടക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ബ്രഹ്മസഭ തത്വബോധിനി സഭയുമായി സംയോജിപ്പിച്ച് കൽക്കട്ട ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആയിരുന്നില്ല, ദേവേന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനകത്ത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ സി ആണ്. നിരവധി പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച വ്യക്തിയായിരുന്നു ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. സോ ഈശ്വരചന്ദ്ര വിദ്യാസാഗറുമായിട്ട് ബന്ധമില്ലാത്തതും ദേവേന്ദ്രനാഥ ടാഗോർ ചെയ്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ബ്രഹ്മസഭ തത്വബോധിനി സഭയുമായി സംയോജിപ്പിച്ച് കൽക്കട്ട ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ഒരു ഫാക്റ്റ് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ അല്ല, ഓരോ വസ്തുതയാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ഫാക്റ്റ് ഇതാണ്: ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ മാസ് മൂവ്മെന്റ് ആക്കി തീർത്തു. രണ്ടാമത്, ഗാന്ധിജി നടത്തിയ ആദ്യത്തെ ദേശീയ തലത്തിലുള്ള പ്രക്ഷോഭം. 3, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ആരംഭിച്ചു. 4, ചൗരി ചൗര സംഭവം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം 4 വസ്തുതകൾ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായിട്ടാണ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. താഴെ ഓപ്ഷനകത്ത് നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. 1, എ, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഓപ്ഷൻ ബി, നിസ്സഹകരണ പ്രസ്ഥാനം. ഓപ്ഷൻ സി, ബർദോളി സത്യാഗ്രഹം. ആൻഡ് ഓപ്ഷൻ ഡി, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്.
ഓക്കെ, ഇങ്ങനെ 4 എണ്ണമാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ ഈ ഫാക്ട് വായിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം ഇതിൽ ഏതുമായിട്ടാണ് ഇത് ബന്ധപ്പെടുന്നത് അല്ലേ. അപ്പൊ ചിലത് 4 ഫാക്ടിൽ ഏതെങ്കിലും 1 or 2 നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എങ്കിൽ പോലും നിങ്ങൾക്ക് കറക്കി കുത്താനായിട്ട് സഹായകരമായിരിക്കും. ഓക്കെ, അപ്പോൾ പഠിക്കുമ്പം ഒരു കാര്യം പഠിക്കുമ്പോൾ എപ്പോഴും ഈ റാങ്ക് ഫയൽ നോക്കിയിട്ട് പോയിന്റ് ബൈ പോയിന്റ് പഠിക്കുന്നത് മാറ്റി വെച്ച് ജസ്റ്റ് ഒരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ആ വസ്തുത, എന്തൊക്കെ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പം അങ്ങനെ പഠിക്കാൻ പാകത്തിനാണ് നമ്മുടെ ക്ലാസ്സുകൾ കിടക്കുന്നത്. ഇനി ഇതൊക്കെ അറിയാമല്ലോ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ മാസ് മൂവ്മെന്റ് ആക്കി തീർത്തു. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് 1920 നിസ്സഹകരണ പ്രസ്ഥാനമായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ഒരു മാസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം എന്നറിയപ്പെട്ടത് അല്ലെ. ഗാന്ധിജി നടത്തിയ ആദ്യത്തെ ദേശീയ തലത്തിലുള്ള പ്രക്ഷോഭം. അതിനു മുമ്പ് നമുക്കറിയാം ചമ്പാരനും അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കും ഒക്കെ ആയിരുന്നു ഗാന്ധിജി ആദ്യം നടത്തിയതിന് മുമ്പ് ദേശീയ തലത്തിൽ നടത്തിയ നിസ്സഹകരണമായിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഗാന്ധിജി ആരംഭിച്ചതായിരുന്നു ഏതാ നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ചൗരി ചൗര സംഭവം ബന്ധപ്പെട്ടിരിക്കുന്നത് നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ടാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ആൻസർ എന്ത് വന്നു? നിസ്സഹകരണ പ്രസ്ഥാനമാണ് ഇവിടെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ തെറ്റായതായിരിക്കാം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ശരിയായതായിരിക്കാം, അല്ലെങ്കിൽ ബന്ധമുള്ളതാകാം, ബന്ധമില്ലാത്തതാകൊണ്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്തെ വൈസ്രോയി ലിൻ ലിത്തുക്കോ പ്രഭുവായിരുന്നു. ഓപ്ഷൻ ബി, 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. ഓപ്ഷൻ സി, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന ഉപ്പ് സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ദേശബന്ധു എന്നറിയപ്പെടുന്നത് CF ആൻഡ്രൂസ് ആണ്. നമുക്കറിയാം ദേശബന്ധു എന്നറിയപ്പെടുന്നത് CF ആൻഡ്രൂസ് അല്ല, പിന്നെ ആരാണത്? CR ദാസ് ആണ് അല്ലെ. ചിത്തരഞ്ജൻ ദാസ് ആണ് ദേശബന്ധു എന്നറിയപ്പെടുന്നത്. ദീനബന്ധു എന്നറിയപ്പെടുന്നതാണ് CF ആൻഡ്രൂസ്. ദീനബന്ധു CF ആൻഡ്രൂസ്, ദേശബന്ധു CR ദാസ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന ദണ്ഡി മാർച്ചിനെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് അല്ല, മറിച്ച് ആരാ അങ്ങനെ വിശേഷിപ്പിച്ച്? ഇർവിൻ പ്രഭുവാണ് അല്ലെ. ഇർവിൻ പ്രഭുവാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നു. നമ്മളിപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടാണ്. നെക്സ്റ്റ്, 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. അല്ല, 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. ഓഗസ്റ്റ് 9 എന്ത് ചെയ്തു? ക്വിറ്റ് ഇന്ത്യ സമരം സ്റ്റാർട്ട് ചെയ്തു അല്ലെ. അപ്പൊ ഈ തന്നിരിക്കുന്ന BCD എന്ന് പറയുന്ന 3 ഓപ്ഷനും തെറ്റായിരുന്നു. നമ്മളിപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടു. ഇനി എ, ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്തെ വൈസ്രോയി ലിൻ ലിത്തുക്കോ പ്രഭു ആയിരുന്നു. അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. 4th ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഇന്ത്യക്കും നാട്ടുരാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം പരിശോധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി നിയമിതമായ 3 അംഗ സമിതി. ബ്രിട്ടീഷ് ഇന്ത്യക്കും നാട്ടുരാജ്യങ്ങൾക്കിടയിലുമുള്ള ബന്ധം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി നിയമിതമായ 3 അംഗ സമിതി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ഹണ്ടർ കമ്മിറ്റി. ഓപ്ഷൻ ബി, ലീ കമ്മിറ്റി. ഓപ്ഷൻ സി, റിച്ചാർഡ് സ്ട്രാച്ചി കമ്മിറ്റി. ആൻഡ് ഓപ്ഷൻ ഡി, ബട്ട്ലർ കമ്മിറ്റി. ഇതെല്ലാം കേട്ടിട്ടുള്ള കമ്മിറ്റിയാണ് അല്ലെ. ഹണ്ടർ കമ്മിറ്റി നമുക്കറിയാം എന്താണ്, ജാലിയൻ വാലാബാഗുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ഹണ്ടർ കമ്മിറ്റി അല്ലെ. ലീ കമ്മിറ്റി എന്തുവാണ്? നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കമ്മിറ്റിയാണ് ലീ കമ്മിറ്റി. റിച്ചാർഡ് സ്ട്രാച്ചി കമ്മിറ്റി എന്തായിരുന്നു? നമ്മുടെ ലിട്ടൺ പ്രഭു ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന സമയത്ത് അല്ലെ, ആ ടൈമില് ഒരു വലിയ ക്ഷാമം ഇന്ത്യയിൽ അങ്ങോളം മധ്യ ഇന്ത്യയിലും മറ്റും വലിയൊരു ക്ഷാമം നേരിട്ടിരുന്നു. അപ്പോൾ ആ ക്ഷാമത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് വന്നതായിരുന്നു ആര്? റിച്ചാർഡ് സ്ട്രാച്ചി കമ്മിറ്റി. എന്നാൽ ബട്ട്ലർ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യക്കും നാട്ടുരാജ്യങ്ങൾക്കും ഇടയിലുള്ള ബന്ധം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനെ നിയമിച്ച 3 അംഗ സമിതിയായിരുന്നു ബട്ട്ലർ കമ്മിറ്റി. ഇതറിയപ്പെട്ട മറ്റൊരു പേരാണ് ഇന്ത്യ സ്റ്റേറ്റ്സ് കമ്മിറ്റി. ഓക്കെ, ബട്ട്ലർ കമ്മിറ്റി അല്ലെങ്കിൽ ഇന്ത്യ സ്റ്റേറ്റ്സ് കമ്മിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 5, ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ എ, ബീഗം ജഹനാര ഷാനവാസ് ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളും സന്നിഹിതയായ ഏക വനിത. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്തത് സരോജിനി നായിഡു ആണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നേതാക്കളായിരുന്നു ആഗാഖാൻ, NM ജോഷി, ഗാന്ധിജി എന്നിവർ. വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത് റാംസെ മക്ഡൊണാൾഡ് ആയിരുന്നു.
അപ്പോൾ ഇത് ശരിയല്ലാത്തത് ഏതാ? ആദ്യത്തെ നമുക്കറിയാം ജഹനാര ഷാനവാസ് ആണ് 3 വട്ടമേശ സമ്മേളനത്തിലും സന്നിഹിതയായ ഏക വനിത എന്നുള്ളത് ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്തു പോയത് സരോജിനി നായിഡു ആണ് എന്നുള്ളതും ശരിയായ പ്രസ്താവനയാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത നേതാക്കളായിരുന്നു ആഗാഖാൻ, NM ജോഷി, ഗാന്ധിജി. അതിനകത്ത് ഗാന്ധിജി 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്തിട്ടില്ല. ഒരേ ഒരു വട്ടമേശ സമ്മേളനത്തിലേ പങ്കെടുത്തിട്ടുള്ളൂ. 2ാമത് വട്ടമേശ സമ്മേളനത്തിൽ മാത്രമേ ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളൂ. 3ാമത്തത്, അപ്പൊ ഈ ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്ത പ്രസ്താവന അല്ലെ. വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന റാംസെ മക്ഡൊണാൾഡ് ആണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് എല്ലാ ക്വസ്റ്റ്യനൊന്നും പുതിയ പാറ്റേണിൽ ചോദിച്ചിട്ടില്ല അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു രീതി ഓർത്തോണം. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ്. ഓപ്ഷൻ എ SP സിൻഹ, ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ, ആൻഡ് ഓപ്ഷൻ സി ദാദാഭായ് നവറോജി, ആൻഡ് ഓപ്ഷൻ ഡി WC ബാനർജി. വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു ദാദാഭായി നവറോജി. നെക്സ്റ്റ്, ഇന്ത്യ ഹൗസ് എന്നറിയപ്പെട്ടത്, കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇന്ത്യ ഹൗസ് എന്നറിയപ്പെട്ടത് ഓപ്ഷൻ എ ഇന്ത്യ ഹോം റൂൾ സൊസൈറ്റി, ഓപ്ഷൻ ബി ഹോം റൂൾ പ്രസ്ഥാനം, ഓപ്ഷൻ സി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, ആൻഡ് ഓപ്ഷൻ ഡി ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ. ഇന്ത്യ ഹൗസ് എന്നറിയപ്പെട്ടത് ഇതിനകത്ത് 1905 ശ്യാംജി കൃഷ്ണവർമ്മ ലണ്ടനിൽ സ്ഥാപിച്ച പ്രസ്ഥാനമായിട്ടുള്ള ഇന്ത്യ ഹോം റൂൾ സൊസൈറ്റിയാണ്. ശ്യാംജി കൃഷ്ണ ആണ് എന്ത് ചെയ്ത ഇന്ത്യ ഹോം റൂൾ സൊസൈറ്റി ലണ്ടനിൽ സ്ഥാപിക്കുന്നത്. ഈ ഇന്ത്യ ഹോം റൂൾ സൊസൈറ്റിയാണ് ഇന്ത്യ ഹൗസ് എന്ന് അറിയപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടില്ല. അതായത് ഇത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറയില്ലേ, അതായത് ശരിയായ പ്രസ്താവനയാണ് കുറച്ച് തന്നിരിക്കുന്നത്. അപ്പൊ തെറ്റായത് ഏതെന്നുള്ള അർത്ഥത്തിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം, അരവിന്ദ് ഘോഷ് അലിപ്പൂർ ബോംബ് കേസ്, VD സവർക്കർ 2ാം ലാഹോർ ഗൂഢാലോചന കേസ്, സൂര്യ സെൻ ചിറ്റഗോങ് ആർമറി റെയ്ഡ്, കർത്താർ സിംഗ് 1ാം ലാഹോർ ഗൂഢാലോചന കേസ്. അപ്പൊ ഈ 4 സെറ്റ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതോ ഒരെണ്ണം മിസ്മാച്ച് ആണ്, ചേരുംപടി ചേരുന്നില്ല. അത് ഏത് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത്രയും വലിച്ചു വാരി എഴുതണ്ടല്ലോ എന്ന് ഓർത്താണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, അരവിന്ദ് ഘോഷ് അലിപ്പൂർ ബോംബ് കേസ് അത് കറക്റ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ. സെക്കൻഡ് നോക്കിയേ, VD സവർക്കർ 2ാം ലാഹോർ ഗൂഢാലോചന കേസ് അല്ല. ഇവിടെ ആരാ വരണ്ടേ? ഭഗത് സിംഗ് ആണ് 2ാം ലാഹോർ ഗൂഢാലോചന കേസ് വരുന്നത്. VD സവർക്കർ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നാസിക് ഗൂഢാലോചന കേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് VD സവർക്കർ. ഓക്കെ, സൂര്യ സെൻ ചിറ്റഗോങ് ആർമറി റെയ്ഡ് ആണ്. കർത്താർ സിംഗ് 1ാം ലാഹോർ ഗൂഢാലോചന കേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയ നിയമം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ പെയ്ഡ് ക്ലാസ്സിൽ പിള്ളേരോടൊക്കെ പറഞ്ഞതാണ്, പിള്ളേരെ ഇത് പഠിക്കണം എന്നുള്ളത്. ഇത് നമുക്ക് ചിലപ്പോൾ ഇതേപോലെയൊക്കെ ക്വസ്റ്റ്യൻ കിട്ടാവുന്നതാണ്. അപ്പോൾ ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയ നിയമമാണ് ഏതെന്ന് പറയുന്നത് 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട്, 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, 1947 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഏതാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബീഹാർ വിദ്യാപീഠം സ്ഥാപിച്ചത് ഓപ്ഷൻ എ KM മുൻഷി, ഓപ്ഷൻ ബി മദൻ മോഹൻ മാളവ്യ, ഓപ്ഷൻ സി രവീന്ദ്രനാഥ ടാഗോർ, ആൻഡ് ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇവിടെ നമുക്ക് കാണുമ്പോഴേ അറിയാം, ബീഹാർ വിദ്യാപീഠം സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യനാണ് ഞാൻ പുതിയ പാറ്റേൺ പ്രകാരം സെലക്ട് ചെയ്തിരുന്നത്. അതിൽ നമ്മുടെ 7ഓളം ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ഞാൻ ഓരോരോ പോയിന്റ് ബൈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പുതിയ പാറ്റേൺ അനുസരിച്ച് വന്ന് തന്നു. പക്ഷെ നമ്മളോട് ഡയറക്റ്റായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അങ്ങനെ അതും കൂടി ഉൾപ്പെടുത്തിയാണ് ഈ 10 ക്വസ്റ്റ്യനും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചതുകൊണ്ടാണ് പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി ബേസ് ചെയ്ത് ചെയ്യാമെന്ന് തുടങ്ങിയത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. അതിൽ ചില കാര്യങ്ങൾക്കൊക്കെ ചിലർക്കൊക്കെ പുതിയ അറിവായിരിക്കും, ചിലർക്കത് പഴയ അറിവൊക്കെ ഉള്ളവർ കാണും. അപ്പോൾ എന്താണെങ്കിലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് എപ്പോഴും നല്ല കാര്യമായിരിക്കും. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയാനായിട്ട്, ഞാൻ ഈ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം PSC ബുള്ളറ്റിൻ വജ്ര ജൂബിലി പതിപ്പിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലതിയായിട്ട് ഇങ്ങനെ തോന്നി, ഇനി അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് ഞാൻ ഗസ് ചെയ്തിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. ഈ 10 ക്വസ്റ്റ്യനോട് കൂടിയിട്ട് നമ്മുടെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് കമൻറ്റ് ഇടാൻ വരുന്നവരോടാണ് പറയാനുള്ളത്.
ഞായറാഴ്ച ദിവസം ക്ലാസ് ഉണ്ടാവില്ല, ടൈം ടേബിളും ചെയ്യുന്നില്ല. ഞായറാഴ്ച ഞാൻ ടൈം ടേബിൾ ഉണ്ടാവില്ല, ക്ലാസ് ഉണ്ടാകുമില്ല. ഇനി കമൻറ്റ് ഇടാനായിട്ട് വളരെ വെപ്രാളപ്പെട്ടിരിക്കുന്ന ആൾക്കാർ കാണുമല്ലോ, ഞായർ കഴിഞ്ഞ് ഞാൻ തിങ്കൾ വരുമ്പം. അപ്പോൾ അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാട്ടോ പറഞ്ഞേ. അല്ലാതെ എൻ്റെ കുട്ടികളോട് പറയുവാണ്, ഞായറാഴ്ച നമ്മൾ ടൈം ടേബിളും ഉണ്ടാവില്ല, ക്ലാസ്സും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് തിങ്കളാഴ്ച കാണാം. താങ്ക്